അപ്പോൾ എന്തുണ്ട് വിശേഷങ്ങൾ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്ത തുടക്കം, വിസ്മയുടെ തുടക്കം, ആഷിഷ് ആൻ്റണിയുടെ തുടക്കം, ലാലേട്ടൻ്റെ കാമിയോ റോൾ, എല്ലാം കൊണ്ട് ശ്രദ്ധേയമായൊരു ചിത്രമായിരുന്നു തുടക്കം എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ഗ്രോഫ് മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുള്ളൂ. 24,10,00,000 രൂപയാണ് ഇന്ത്യ ഗ്രോഫ്. കേരള കളക്ഷനും 20 കോടി കടന്നു. പിന്നെ ഇതിൻ്റെ ഓവർസീസ് കളക്ഷൻ കൃത്യമായിട്ട് പുറത്തു വരുന്നില്ല. എന്നാലും 40 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ ഈ ചിത്രം നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ പല വ്യക്തികളും നമ്മളോട് കമൻ്റായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ചേട്ടാ ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന്. ഒരു ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് ആ നിർമ്മാതാക്കൾ തന്നെ പറയണം. സത്യം പറഞ്ഞാൽ ആശീർവാദ് എന്ന് പറയുന്ന കമ്പനി ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിവരവും പുറത്തു വിട്ടിട്ടില്ല. കാരണം ഇതിൻ്റെ ബഡ്ജറ്റോ ഇതിൻ്റെ കളക്ഷനോ ഒന്നും തന്നെ ഇവർ പുറത്തു വിട്ടിട്ടില്ല. അപൂർവങ്ങളിൽ അപൂർവമായൊരു സംഭവമാണത്. പലപ്പോഴും ആശീർവാദിനെ പറ്റി പറയുന്നത് തള്ളി ബഡ്ജറ്റ് വെക്കും, തള്ളി കളക്ഷൻ കയറ്റുമെന്നൊക്കെ ആയിരുന്നു ഇതിൻ്റെ ചില തൽപരകക്ഷികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി യാതൊരു വിവരങ്ങളും അവർ പുറത്തു വിട്ടിട്ടില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആശ്രയം എന്ന് പറയുന്നത് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം 10-15 കോടിക്ക് മുകളിലുള്ള ബഡ്ജറ്റ് ഇതിനായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ആദ്യം നമുക്ക് ഇതിനകത്ത് അഭിനേതാക്കളെ എടുത്തു കഴിഞ്ഞാൽ സായികുമാർ, മനോജ് ഖജൻ ഒഴിച്ച് ബാക്കി ആരും വമ്പൻ പ്രതിഫലം മേടിക്കുന്ന നടന്മാരില്ല. ലാലേട്ടനെ മറന്നുകൊണ്ടല്ല, ലാലേട്ടൻ്റെ ഒരു കാമിയോ റോളിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വിസ്മയ മോഹൻലാലും ആഷിഷ് ആൻ്റണിയും അവർ ഈ ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ അവർ വമ്പൻ പ്രതിഫലം ആവശ്യപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം അവരുടെ നിർമ്മാണ കമ്പനി കിട്ടുന്നത് മൊത്തം അവർക്ക്, പിന്നെ അവരെന്ത് പ്രതിഫലം ആവശ്യപ്പെടാൻ. പിന്നെ ഇതിൻ്റെ അഭിനേതാക്കളുടെ എണ്ണം കുറവായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത് ഇതിൻ്റെ അണിയറ പ്രവർത്തകരാണ്. കാരണം ഇതിൻ്റെ സംവിധായകൻ ജൂഡ് ആൻ്റണി ജോസഫിനായിരിക്കും നല്ലൊരു പ്രതിഫലം കിട്ടി കാണുക. പിന്നെ ഇതിൻ്റെ പിന്നണി പ്രവർത്തിച്ച സംഗീതമായാലും ആക്ഷനായാലും ആ വിഭാഗത്തിനും കിട്ടി കാണും. അല്ലാതെ ഇതിന് വലിയ പ്രതിഫലമൊന്നും ആകാൻ, പിന്നെ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് 1-2 ലൊക്കേഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വമ്പൻ പ്രതിഫലമൊന്നും ഈ ചിത്രത്തിനായി കാണുന്നില്ല. ബഡ്ജറ്റ് ഏകദേശം ഞാൻ ഈ പറഞ്ഞ പോലെ 10-15 കോടിക്കടുത്തുള്ള തുക തന്നെയായി കാണത്തുള്ളൂ. ചില എതിർ പേജുകളിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. ലാലേട്ടൻ്റെ ചിത്രങ്ങളിൽ കളക്ഷൻ കുതിച്ചു വരുമ്പം ബഡ്ജറ്റ് കൂട്ടി ആ ചിത്രത്തിനെ പൊട്ടിക്കാൻ വേണ്ടിയുള്ള വിപുലശ്രമം പലയിടത്തു നിന്നും പലപ്പോഴും നടത്താറുണ്ട്. മറ്റു പല നടന്മാരുടെയും കളക്ഷൻ ഇടിയുമ്പോൾ ബഡ്ജറ്റ് കുറച്ച് അത് ടാലിയാക്കാനും പലരും ശ്രമിക്കും. അതുപോലെ തന്നെ വിസ്മയ മോഹൻലാലിൻ്റെ ചിത്രം തുടക്കം 40 കോടി പിന്നിടുമ്പം ഈ ചിത്രം വിജയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ചില ഗിമ്മിക്കുകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് പല പാൻ പേജുകളിലും വന്നിരിക്കുന്ന വാർത്ത ഇതിൻ്റെ ബഡ്ജറ്റ് 30 കോടിയാണ്, 50 കോടിയാണ്, ചിലവരിച്ചിരി കടത്തി 100 കോടി വരെ ബഡ്ജറ്റ് പറഞ്ഞ ചില പാൻ പേജുകളുമുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശം ഇത് തകർക്കുക എന്നുള്ള ഉദ്ദേശമാണ്. പക്ഷേ മലയാളി പ്രത്യേകിച്ച് അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ അല്പം ലോജിക്കൊക്കെ ഉള്ളവരാണ്. കാരണം അവരാ ബഡ്ജറ്റ് 100 കോടി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് മുടക്കിയിട്ടുണ്ട് എന്ന് അവർ നോക്കും. അങ്ങനെ നോക്കുമ്പം ബുദ്ധിമാനായ മലയാളി അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഏകദേശം 10-15 കോടി കൂടുതൽ ഈ ചിത്രത്തിന് മുടക്കി കാണില്ല എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ തന്നെ ഇതൊരു വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. പിന്നെ ഉദാഹരണമായിട്ട് ഈ സ്ത്രീകൾ മുഖ്യ കഥാപാത്രമായ ചിത്രം അടുത്തിടയിൽ വന്ന ലോക എന്ന ചിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബഡ്ജറ്റായിട്ട് പുറത്തു വന്നത് 30 കോടി രൂപയാണ്. അതും ഇതുമായിട്ട് തുടക്കവും താരതമ്യപ്പെടുത്തുമ്പം അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നമ്മൾ നോക്കുമ്പം ലോക എത്രയോ മുകളിലായിരുന്നല്ലേ. അപ്പം അതിന് 30 കോടിയാണെങ്കിൽ ഇതിന് ഏകദേശം 10 കോടിക്ക് കൂടുതലൊന്നും ആയി കാണത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പം പലരും നമ്മളോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു, ചേട്ടാ ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഇടാനുള്ള കാരണം. ഏതായാലും വിമർശകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന സംഗതി തന്നെയാണ്. നിങ്ങളൊക്കെ എത്രയൊക്കെ ബഡ്ജറ്റ് കൂട്ടിയാലും ഈ ചിത്രം ജൂൺ-ജൂലൈ മാസങ്ങളിൽ ഇറങ്ങിയ മലയാള ചിത്രങ്ങളിലെ ഏറ്റവും വലിയ വിജയമായി മാറിയിട്ടുണ്ട്. അത് എവിടം വരെ പോകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ഒരുപക്ഷെ ഓണച്ചിത്രങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂവും കൂടെ ഒക്കെ നോക്കിയായിരിക്കാം വീണ്ടും ഈ ചിത്രത്തിൻ്റെ കുതിപ്പ്. എന്നാലും
ഇപ്പോഴും ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2 കോടി രൂപയ്ക്ക് അടുത്ത് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇത് കളക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം വൈകാതെ തന്നെ ഇത് 50 കോടി കടക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം തുടക്കം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. പുതിയ അനേകം ചിത്രങ്ങൾ അണിയറയിലൊരുങ്ങുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. എത്തും വരെ എല്ലാവർക്കും ഓക്കെ ബൈ.